സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ അധിക്ഷേപങ്ങൾ പ്രചരിപ്പിക്കാം എന്നുള്ളതല്ലാതെ കേരളത്തിലെ ഒരു മുഖ്യധാര പത്രത്തിൽ പോലും NSSനെതിരെ ഒരു വാർത്ത വരുത്താൻ അത്തരം ആളുകൾക്ക് കഴിഞ്ഞില്ല എന്ന് നമ്മൾ വളരെ ശ്രദ്ധേയമായി നമ്മൾ കാണേണ്ട കാര്യമാണ്. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഓരോ കരയോഗത്തിലെ ചില ആളുകൾ അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി വെച്ച് നടത്തുന്ന പരിപാടികൾ. അത് കരയോഗം എന്ന ഒരു വലിയ പ്രസ്ഥാനത്തിനെതിരെയുള്ള പോരാട്ടം തന്നെയാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ ഏറ്റവും കരുത്തുള്ള ശാഖ എന്ന് പറയുന്ന കരയോഗമാണ്. ഏറ്റവും താഴെത്തട്ടിൽ സാധാരണക്കാരായ സമുദായങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന കരയോഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അവരെ അടുത്തറിയുന്ന കരയോഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ആ കരയോഗത്തിൻ്റെ പ്രവർത്തനത്തെ ദുർബലമാക്കുമ്പോൾ നമ്മുടെ ഇവിടെ നടക്കുന്ന വിവാഹങ്ങൾ, മരണാനന്തര ചടങ്ങുകൾ, ഇതിലെല്ലാം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർ ഈ പ്രദേശത്തൊന്നും കാണത്തില്ല. അവരവരുടെ പാട്ടിന് പോകും. അവരുടെ കാര്യം നടന്നാൽ അവർ പോവും, അവർ നടന്നില്ലെങ്കിലും ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ പോകുന്നില്ല എന്ന് കണ്ടാൽ മാറിക്കളയുന്നവരാണ്. അവരുടെ സ്വാർത്ഥ ലാഭം മാത്രമേ ഉള്ളൂ. ആ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മഞ്ഞക്കാല കരയോഗം എന്തുമാത്രം വില കൊടുക്കേണ്ടി വന്നു എന്ന് ഇന്ന് നമുക്ക് ബോധ്യപ്പെടും. കാരണം ഈ ചെമ്മണ സ്കൂള് പഞ്ചായത്തിൽ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രമുഖരായ അഡ്വക്കേറ്റാണ് എനിക്ക് വേണ്ടി വാദിച്ചത്. കേസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പൂർത്തിയ ഘട്ടത്തിലെത്തിയപ്പോൾ മനോരമ മാനേജ്മെൻറ്റ് ഗണേഷ് കുമാറുമായി ഒരു ഒത്തീർപ്പിലെത്താൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ഓഫർ എൻ്റെ ചില സുഹൃത്തുക്കളെ വഴിയുന്നതാണ് ഞാൻ സ്വീകരിച്ചത്. എന്താ കാര്യം? ഞാൻ അന്ന് പഠിച്ചൊരു പാഠമാണ്. മലയാള മനോരമ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, അതൊരു വ്യക്തിയല്ല. ഞാനൊരു വ്യക്തിയാണ്. ഒരു പ്രസ്ഥാനവും വ്യക്തിയും തമ്മിൽ യുദ്ധം ചെയ്താൽ വ്യക്തി തടകത്തിൽ. അതിൻ്റെ ഉദാഹരണമാണ് മഞ്ഞക്കാല കരയോഗം. വ്യക്തികൾ അവരുടെ താല്പര്യത്തിന് വേണ്ടി ഈ കരയോഗത്തിലെ ബഹുമാന്യരായ സ്നേഹനിധികളായ മുഴുവൻ അംഗങ്ങളെയും വഴിതിരിച്ചുവിടുകയാണ്. എന്താണ് താല്പര്യം? തലവൂർ അമ്പലത്തിൻ്റെ ഭരണസമിതിയിൽ നിന്ന് കാരണം ഭരണസമിതിയിലേക്ക് പോകുന്നതിനെ കുറിച്ച് തർക്കമുള്ളൂ. വേറെ ഒരു കാര്യത്തിലും തർക്കമില്ല. പ്രസിഡന്റ് ആരായാലും കുഴപ്പമില്ല, സെക്രട്ടറി ആരായാലും കുഴപ്പമില്ല, വൈസ് പ്രസിഡന്റ് ആരായാലും കുഴപ്പമില്ല. അമ്പലത്തിൽ കമ്മിറ്റിയിൽ 2-3 നായർ സമുദായങ്ങൾക്ക് പോകാൻ ഒരു കരയോഗത്തിൽ നിന്ന് ചിലർക്ക് 3 അത് അതിനുവേണ്ടിയാണ് സംഘർഷം. എന്തിനാണ് അവിടെ പോകാൻ താല്പര്യം കാണിക്കുന്നത്? ഇപ്പോൾ ബിനു ഇവിടെ കൊണ്ട് ബിനുവാണിപ്പോൾ ബിനുമാറാണ് അതിൻ്റെ ചുമതല പ്രസിഡന്റ്. എന്താണ് കുഴപ്പം? ഇപ്പോൾ നന്നായി കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഈ അമ്പലത്തിൻ്റെ കമ്മിറ്റിയിൽ കയറുന്നത് അമ്പലത്തിൻ്റെ ധനം മോഹിച്ചിട്ടാണ്. എന്താണ് പ്രത്യേകം? ദേവിയോടുള്ള സ്നേഹമാണോ? തലവൂർ പഞ്ചായത്തിൽ താമസിക്കുന്നതിലൂടെ ഈ അമ്പലത്തിൻ്റെ കരയോഗത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനവും സെക്രട്ടറി സ്ഥാനവും മാനേജർ സ്ഥാനവും എടുത്തു വെച്ചു. എന്തെങ്കിലുമൊക്കെ കുഴപ്പം കാണിച്ച ഒരാളും ഈ തലവൂരിൻ്റെ മണ്ണിൽ പിന്നെ തല ഉയർത്തി ഇറങ്ങിട്ടില്ല എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു. വെറുതെ പലരുടെയും ചരിത്രം ഒന്ന് പുറത്തെടുത്തു നോക്കുക. അവിടെ പ്രസിഡന്റ് ആയിരുന്നവർ, അവിടെ സെക്രട്ടറി ആയിരുന്നവർ, അവിടെ മാനേജർ ആയിരുന്നവർ, ഇവരുടെ ഒരു ലിസ്റ്റ് നിങ്ങൾ എടുക്കണം. നമ്മുടെ നാട്ടിലാണല്ലോ. ആ ലിസ്റ്റ് എടുത്തിട്ട് ഇതിൽ പിന്നീട് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റിയ ആരുണ്ടായി? ശ്രദ്ധിച്ചാൽ ആരുമില്ല. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അതിനുശേഷം ഈ തലവൂർ അമ്മയുടെ മണ്ണിലൂടെ തലയുയർത്തി നടക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അവർ രാഷ്ട്രീയത്തിലായാലും ഔദ്യോഗിക രംഗത്തായാലും അവർ പിന്നെ വീഴ്ചയാണ്. അവർ പൊതുരംഗത്ത് അവർക്ക് വീഴ്ചയാണ് കണ്ടിട്ടുള്ളത്. അവരാരും പിന്നീട് പ്രമുഖ വ്യക്തികളായിട്ടില്ല, പദവികൾ അലങ്കരിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. നായർ സർവീസ് സൊസൈറ്റിയുടെ ഓഫീസാണ് ഇത്. എൻ്റെ വീടല്ല, എൻ്റെ ഓഫീസല്ല. ഞാനിവിടെ താലൂക്ക് പ്രസിഡന്റാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ള എല്ലാ വിഭാഗത്തിലും രാഷ്ട്രീയം ഇല്ലാത്തവരുമായ നായർ സമുദായങ്ങളുടെ യൂണിയൻ പ്രസിഡന്റാണ്. എന്നെ ഇവിടെ വന്ന് കാണുന്നതിൽ ഒരു വിരോധമില്ല. വന്നു, വർത്താനം പറഞ്ഞു, ചായ കുടിച്ചു പോയി. ഒരു സൗഹൃദ സന്ദർശനം. അതായത് NSS താലൂക്ക് പ്രസിഡന്റ് കാണാം. ഗണേഷ് കുമാർ MLA കാണാമെന്നല്ല അവിടെ അന്ന് പറഞ്ഞ ന്യായം. തലവൂർ അമ്മ ക്ഷേത്രത്തിൻ്റെ ഭരണഘടനയിൽ അതിൻ്റെ ബൈലോയിൽ കണക്ക് എഴുതണമെന്ന് പറഞ്ഞിട്ടില്ല. കണക്ക് പ്രസിദ്ധീകരിക്കണമെന്നില്ല, കണക്ക് ബോധ്യപ്പെടുത്തണം, ആരെ ബോധ്യപ്പെടുത്തണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പറയാത്തത് കൊണ്ട് കണക്ക് എഴുതിയില്ല, തിരിയില്ല, ആർക്കും കൊടുക്കില്ല. അന്തസ്സുണ്ടെങ്കിൽ ആ കണക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിയും. ഞാൻ ബിനു വന്നപ്പോൾ പറഞ്ഞു, ബിനു എല്ലാ വർഷവും ഓഡിറ്റ് ചെയ്യുക. ആ കണക്ക് പൊതുജനങ്ങൾ അറിയട്ടെ. ഒന്നുമില്ലെങ്കിൽ കരയോഗങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുത്ത് വിട്ട കരയോഗങ്ങൾക്ക് വന്ന് പൊതുവായി ഒരു ചർച്ചയ്ക്ക് വേണ്ടി അത് മുന്നോട്ട് വയ്ക്കാൻ എന്തിനാണ് ഭയപ്പെടുന്നത്? ഞാനെന്തുകൊണ്ട് ഈ തലവൂർ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മഹാക്ഷേത്രമാണ്. വട്ടാഴി അമ്മയെ പോലെ, ആറ്റുകാൽ അമ്മയെ പോലെ, തിരുവനന്തപുരത്തെ പിന്നെ നമ്മുടെ ആറ്റുകാലും പിന്നെ ചക്കുളത്ത് കാവ് പോലെയോ അല്ലെങ്കിൽ പിന്നെ അത്തരം ഒരു അമ്പലമായി മാറേണ്ടതാണ്. ദേവി എന്താ? ശക്തയായ ദേവിയാണ്, പ്രാർത്ഥിച്ചാൽ വിളിയേക്കുന്ന ദേവിയാണ്. പക്ഷെ എന്തുകൊണ്ടായില്ല എന്നുള്ളത് നായർ സമുദായം തന്നെ നയിക്കുന്ന സ്ഥാപനമാണ് ആറ്റുകാൽ ക്ഷേത്രം. ആ കരയിലുള്ള നായർ കുടുംബങ്ങളിൽ നിന്ന് പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഭരണസമിതിയാണ് ഭരിക്കുന്നത്. അതുപോലെയാണ് മറ്റേ വളരെ വളരെ നമ്പരാണ് നമ്മുടെ അല്ല ഇവിടെ നമ്മുടെ തിരുവനന്തപുരം കരിക്കൻ ക്ഷേത്രം. കരിക്കൻ ക്ഷേത്രം ഭരിക്കുന്ന ആ ചുറ്റുപാടും താമസിക്കുന്ന നായർ കുടുംബങ്ങളിലെ അംഗങ്ങളാണ് അതിൻ്റെ ഭരണസമിതി. ആ കരിക്കൻ ക്ഷേത്രത്തിൻ്റെ വളർച്ച നമ്മൾ കണ്ടു. ഞാൻ അവിടെ തിരുവനന്തപുരത്ത് പഠിക്കുന്ന കാലത്തും ഞാൻ അവിടെ താമസിക്കുന്ന കാലത്ത് അന്നൊന്നും ഒരു ചെറിയ അമ്പലമാണ്.
ചെറിയ രണ്ട് ഒരു തറവാടിൻ്റെ ഭാഗമായ ഒരു കളരി പോലൊരു സാധനമാണ്. അവിടെ നിന്ന് ആ ക്ഷേത്രം വളർന്നു കണ്ടു. എന്താണ്? കൃത്യതയോടുള്ള അതിൻ്റെ നടത്തിപ്പാണ്. അതിനേക്കാൾ വലിയ ക്ഷേത്രമല്ലേ തലൂർ ക്ഷേത്രം ഉണ്ടായ കാലത്ത് തന്നെ. എവിടം വരെ വളർന്നു? നമ്മൾ ചില ഗോപുരങ്ങളൊക്കെ ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ ഏത് തരത്തിലത് വളർന്നു എന്ന് വെച്ചാൽ ആറ്റുകാൽ ക്ഷേത്രം ലോകപ്രശസ്തമായി മാറി. അത് നായരെക്കൊണ്ട് നടത്താൻ കൊള്ളാത്തതല്ല, വളരെ കൃത്യതയാണ്. മിക്കവാറും അവിടെ ഭരണസമിതിയിൽ വയ്ക്കുന്ന ഒരു പട്ടാള ഉദ്യോഗസ്ഥനാണ്. കാരണം ഒരു കാരണവശാലും യാതൊരു കണക്കിലും ഭേദഗതി വരുത്താൻ സമ്മതിക്കാത്ത പിടിവാശിയുള്ള ഒരു റിട്ടയർഡ് പട്ടാള ഉദ്യോഗസ്ഥനാണ് മിക്കവാറും അവർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് വയ്ക്കുന്നത്. ഇവിടെ കണക്കെഴുതുന്നതും ചിലവാക്കുന്നതും എല്ലാം ഒരാളായി മാറി. അത് ചോദ്യം ചെയ്താൽ യൂണിയൻ അതിൻ്റെ അധികാരം എന്നാണ്. യൂണിയൻ ഒരു അധികാരമില്ല, പക്ഷെ അറിയാനുള്ള അവകാശമുണ്ട്. ഈ കരയോഗങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് NSS രജിസ്ട്രാർ നിർദ്ദേശപ്രകാരം കരയോഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്ന യൂണിയനാണെങ്കിൽ ആ യൂണിയൻ ഇതിൻ്റെ കണക്കൊന്നും അറിയാൻ ചോദിക്കാൻ ഒരു അവകാശക്കുറവും വേണ്ട. അതിനൊരു അവകാശമുണ്ട്. അധികാരമൊന്നും ഉണ്ടോ നോക്കണ്ട, അവകാശമുണ്ട്. കാരണം അറിയാനുള്ള അവകാശം അതെല്ലാ മനുഷ്യരും ഉണ്ട് ഇന്ത്യൻ ഭരണഘടന. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ യൂണിയനിൽ ആരാ തിരഞ്ഞെടുപ്പ് പോകുന്ന യൂണിയൻ സെക്രട്ടറി അല്ലെങ്കിൽ ഇൻസ്പെക്ടർ അവരുടെ അധ്യക്ഷതയിലാണ് കരയോഗത്തിൽ ഇലക്ഷൻ നടക്കുന്നത്. ആ കരയോഗത്തിൽ നിന്നാണ് ഈ ക്ഷേത്രത്തിലുള്ള രണ്ട് പ്രതിനിധികളെ എടുക്കുന്നത്. നാലുകുടം പ്രസിഡന്റായിട്ട് കസേരയിരിക്കുന്ന എന്നെ കാണാനല്ല വരുന്നത്. അവർ നാലുകുടം പ്രസിഡന്റിനെ കാണാനാണ്. അവരാവശ്യമില്ലെങ്കിൽ നാലുകുടം പ്രസിഡന്റിനോട്, എന്നോടല്ല, ഗണേഷ് കുമാർ എന്ന വ്യക്തിയോടല്ല. NSS ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന G. സുകുമാരൻ നായർ സാറിനെതിരെ അല്ല സമരം. ഇത് NSSനെതിരെയുള്ള പോരാട്ടമാണ്. NSS എന്ന പ്രസ്ഥാനം ഇവിടെ കേസ് കൊടുത്തിട്ടുണ്ട് പല സ്ഥലത്തും. നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. NSSനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഡയറക്ടറോട് വന്നതിന് എല്ലാ കേസിലും ഞാൻ പറയാം. മിക്കവാറും ദിവസങ്ങളിലൊക്കെ എനിക്ക് നോട്ടീസ് വരാറുണ്ട്. നമ്മൾ വക്കാലത്ത് കൊടുത്ത് ഇരിക്കാറുണ്ട്. നമ്മുടെ സെക്രട്ടറിക്ക് മിക്കവാറും എനിക്ക് വരുന്ന നോട്ടീസിൻ്റെ വക്കാലത്തൊട്ടുകളുണ്ട്. മിക്കവാറും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ NSSൻ്റെ പ്രസ്ഥാനത്തിൽ വിളിക്കുക. പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് ഞാൻ കേസിൽ കൊടുക്കുക. എന്ത് കേസാണ്? കേസിൻ്റെ അവസാന വാക്ക് എന്താണെന്നറിയാമോ? NSS എന്ന പ്രസ്ഥാനം സർക്കാർ ഏറ്റെടുക്കുക. നല്ല ചോദ്യം. നായരോട് എന്തൊരു സ്നേഹമുള്ളവരെ കേസ് കൊടുത്തെന്നറിയാം. ഈ സമുദായത്തോടും ഈ പ്രസ്ഥാനത്തോടും എത്രത്തോളം സ്നേഹം. അതിൻ്റെ ആരൊക്കെയാ? ഒരാൾ അനേക നാൾ ഒരു യോഗ്യതയില്ല രജിസ്ട്രാറായിട്ടില്ല. മറ്റു ചില ആളുകൾ കുറേ കാര്യങ്ങളായി കസേര ഡയറക്ടറോട് മുമ്പുള്ള കസേരയിൽ ഇരുന്ന് കസേര തയ്ക്കും. അപ്പോഴാണ് ബോധോദയം വന്നത്, ഇതൊന്ന് ശരിയാക്കി പറ്റും. എങ്ങനെ ശരിയാക്കുന്നത്? ഈ പ്രസ്ഥാനം ഡിസോൾവ് ചെയ്ത് സർക്കാർ ഏറ്റെടുക്കണം. നായർ സർവീസ് സൊസൈറ്റി കേരള സർക്കാർ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണം എന്നാണ് കോടതിയുടെ ആവശ്യം. നിങ്ങൾ ഈ കോടതിയിലാണ് കണക്കാണ്ടല്ലോ. കണക്കൊന്നുമല്ല. NSSൻ്റെ കണക്കുകൾ കൃത്യമാണ്. നാളെ അർദ്ധവാർഷിക ബഡ്ജറ്റ് നാളെ വെച്ചിരിക്കുകയാണ്. നാളെ കണക്കെടുക്കുന്ന ദിവസമാണ്. പ്രതിനിധി സഭ നാളെ കൂടുന്നുണ്ട്. അപ്പോൾ ആലോചിക്കണം. അപ്പോൾ അതൊന്നും അല്ല വിഷയം. കണക്കല്ല പ്രശ്നം. കണക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട്, ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ട്, കൃത്യമായി കമ്പനീസ് ആക്ട് പ്രകാരം എല്ലാം അറിയിക്കേണ്ട കടലാസുകളെല്ലാം അറിയിക്കുന്നുണ്ട്. ഇതെല്ലാം NSS ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരൊറ്റ ആവശ്യമേ ഉള്ളൂ. എന്ത് പറഞ്ഞാലും ഇത് സർക്കാർ ഏറ്റെടുക്കും. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ട്? NSS ജനറൽ സെക്രട്ടറിയോട് കണക്കാണെന്ന് അറിയില്ല. പക്ഷെ ഉപകാരം പറ്റിയവരല്ലേ? ഒരു കമ്മിറ്റിയിൽ വരാത്ത ആരെങ്കിലും പോയ പരിപാടി. പിന്നെ ഞാൻ മരിച്ചാൽ സുകുമാരൻ നായർ ജീവിക്കുന്നിടത്തോളം കാലം നീ സുകുമാരൻ നായരെ കൂടെ നിൽക്കണം. ഒരു കാര്യത്തിലും സുകുമാരൻ നായർ പറഞ്ഞ എതിര് പറയാൻ പാടില്ല. കൂടെ നിന്നുകൊണ്ടെന്നോ എന്നല്ലോ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞ വാക്കാണ്. നീ ആരും എന്ന് പറഞ്ഞാൽ എന്ത് പ്രലോഭനങ്ങൾ ഉണ്ടായാലും ഞാൻ അദ്ദേഹത്തെ കൂടെ നിൽക്കുന്നില്ല. അവസാന നിമിഷം വരെ അദ്ദേഹത്തെ കൂടെ തന്നെ നിൽക്കും. എന്ത് പോരാടക്കി വന്നാലും ഞാൻ നിൽക്കും. അത് പറയാൻ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ പ്രസ്ഥാനത്തിനെതിരല്ല. ഇപ്പം എനിക്കിഷ്ടമല്ലെങ്കിൽ എനിക്ക് പ്രസ്ഥാനത്തിന് പുറത്തോട്ട് പോകാം, ഒരു കുഴപ്പമില്ല. ആരന്വേഷിക്കുന്നത് ഞാൻ ഈ നാളെ മുന്നോട്ട് വരുന്നില്ല, പറയുക പോലും വേണ്ട, വരായിരുന്നാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കണമെന്ന് ആഗ്രഹിക്കാവുന്ന ഒരു കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രം നടന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നതല്ല. ഈ സമൂഹം ആകെ മാറിപ്പോയി. എല്ലാവർക്കും അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. ആരും അങ്ങനെ അടിമയല്ല. അപ്പോൾ ഈ പ്രസ്ഥാനത്തിൽ നായർ സർവീസ് സൊസൈറ്റിയിൽ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ പുറത്തോട്ടും മിണ്ടാതെ പോയാൽ മതി. അതിന് പേപ്പർ എഴുതി തരുന്നൊന്നും വേണ്ട. വരാതിരുന്നാൽ മതി, പങ്കെടുക്കാതിരുന്നാൽ മതി. എനിക്കിതിന് താല്പര്യമില്ല. ഓക്കെ, ഇത് തിരുത്തി അടങ്ങും എന്നുണ്ടെങ്കിൽ ഇത്രയും ആളുകൾ, ആയിരക്കണക്കിന് കരയോഗങ്ങളും അതിൽ ലക്ഷക്കണക്കിന് നായർ സമുദായങ്ങളുടെ ഒരു പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് കോടതിയിൽ കൊണ്ടുവന്ന് കള്ളക്കേസ് കൊടുക്കുക. വേറെ ഒന്നും ഡിമാൻഡൊന്നുമില്ല. ഞാൻ വെറുതെ പറഞ്ഞ ഡിമാൻഡൊന്നുമില്ല. ഇവിടെ എന്തെങ്കിലും സ്ഥാപിച്ച SND ഉപയോഗത്തെ സർക്കാർ ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യണമെന്നും പിരിച്ചുവിടണമെന്നും അവകാശപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയ ആളുകൾക്ക് കേസ് നടത്തി കൊടുത്ത അതേ ആളുകൾ നായർ സർവീസ് സൊസൈറ്റിയെ നശിപ്പിക്കാറായി. ആരാ കൂടെ നിൽക്കുന്നത്? അവരെ കൊണ്ട് ആരാ ചെയ്യിക്കുന്നത്? പണം മുടക്കുന്ന ആരാ? SNDPക്കാരല്ല, ഈഴവ സമുദായത്തിൽപ്പെട്ടവരല്ല, നായന്മാരെയല്ല പണം ചിലവാക്കി, പണം ചിലവാക്കി കോടതി വ്യവഹാരങ്ങൾ ഉണ്ടാക്കി സർക്കാരിനെ കൊണ്ടെടുക്കും. ഇപ്പോൾ SNDP യോഗം സർക്കാർ ഏറ്റെടുക്കണമെന്നിട്ട് സർക്കാർ ഏറ്റെടുക്കും. മൈൻഡ് ചെയ്തില്ല. ഇന്ന് രാജ്യം ഭരിക്കുന്നത് അത്രയും മണ്ടന്മാരാണ്. രാഷ്ട്രീയക്കാരൊക്കെ ഏറ്റെടുത്തില്ലല്ലോ. അത് അതിൻ്റെ നിലയ്ക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നായർ സമുദായത്തിൻ്റെ NSS ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ അതതിൻ്റെ വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയമൊക്കെ
172 നമ്പർ ഭാസ്കരവിലാസം NSS കരയോഗത്തിന്റെ നവീകരിച്ച മന്ദിരത്തിന്റെ ഉദ്ഘാടനവും കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും മന്ദിരത്തിൽ എത്തിച്ചേരുമ്പോൾ നിർവഹിക്കുന്നതാണ്. പ്രസ്തുതവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു, ക്ഷണിക്കുന്നു. ഭാസ്കരവിലാസം NSS കരയോഗ മന്ദിരത്തിന്റെയും യൂണിയൻ പ്രസിഡന്റ് സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയുമായ ശ്രീ